അപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മളുടെ CMA 2025 ജൂൺ എക്സാം ഇത് അങ്ങോട്ട് വന്നെത്തിയിരിക്കുകയാണ്. അഡ്മിറ്റ് കാർഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തു അല്ലേ? എല്ലാവരും അഡ്മിറ്റ് കാർഡൊക്കെ നോക്കി സെൻറ്ററുകൾ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. അതിനുശേഷം മറ്റ് കുറച്ച് ആൻസർ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് കാണുക. ഒന്നാമതായിട്ട് ഈ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പേജ്, ആൻസർ ഷീറ്റിൻ്റെ ഫസ്റ്റ് പേജ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള സംഭവമാണ്. ആ ഒരു ഫസ്റ്റ് ഷീറ്റ് തന്നെ പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞ് 2 തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ട് എയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഉള്ളത്. ഒന്നാമത്തത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം, ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾ ഇംഗ്ലീഷാണ്. അതേപോലെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കോഡ് ഏതാണ്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബബിൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പം 08 ആണെന്നുണ്ടെങ്കിൽ 08 ബബിൾ ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിൽ ബബിൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നുള്ളത്, ഇത് ഫൈനലിന് ഉള്ള പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. പേപ്പർ 20 ബിസിനസ് വാല്യുവേഷൻ, SPM ബിസിനസ് വാല്യുവേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. A, B or C ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അത് കൊടുക്കുക. പിന്നുള്ളത് ശ്രദ്ധിക്കുക, ഇൻ്റർ ആണെങ്കിലും ഫൈനലാണോ ഒക്കെ നിങ്ങളുടെ റോൾ നമ്പറാണ് കൊടുക്കാനുള്ളത്. സ്ക്രീനിൽ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, റോൾ നമ്പറാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇതും ബബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ റോൾ നമ്പർ കാണാൻ പറ്റുന്നതാണ് അല്ലേ? ഇപ്പോൾ 5, 6, 7, 8, 9, 0 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വന്നിട്ട് 5, 6 അത് നല്ല രീതിയിൽ ആക്കുക. ഇത് രജിസ്ട്രേഷൻ നമ്പർ അല്ല, ശ്രദ്ധിക്കുക, ഇത് രജിസ്ട്രേഷൻ നമ്പർ അല്ല, റോൾ നമ്പറാണ്. മാറിപ്പോയത് റോൾ നമ്പറാണ്. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷനാണ് അടുത്തതായിട്ട് നിങ്ങളിവിടെ കൊടുക്കാനുള്ളത്. അത് കറക്റ്റ് എഴുതി കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ റോൾ നമ്പർ എന്ത് ചെയ്യുക, വേർഡ്സിൽ അവിടെ എഴുതുക. അതേപോലെ സബ്ജക്റ്റിൻ്റെ നെയിം കറക്റ്റായിട്ട് എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ സബ്ജക്റ്റിൻ്റെ നെയിമുകൾ നമ്മൾ ഷോർട്ടാക്കി പറയാറുണ്ട്. ഇപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് നമ്മൾ കോസ്റ്റിംഗ് എന്നൊക്കെയാണ് പറയാറുള്ളത് അല്ലേ? അതിന് പകരം എന്താണോ അതിൻ്റെ പേര്, ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് FM എന്നൊക്കെയാണ് നമ്മൾ ഷോർട്ടാക്കി പറയുക. അങ്ങനെയല്ല, എന്താണോ സബ്ജക്റ്റിൻ്റെ കറക്റ്റ് പേര്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ നെയിം എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അതിവിടെ എഴുതി കൊടുക്കുക. അതേപോലെ ഏത് ഗ്രൂപ്പാണ്, ഫസ്റ്റ് ഗ്രൂപ്പാണോ സെക്കൻഡ് ഗ്രൂപ്പാണോ, ആ ഒരു പർട്ടിക്കുലർ പേപ്പർ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. പിന്നെ ഇത് ഏറ്റവും അവസാനം ഫില്ല് ചെയ്യേണ്ടതാണ് എത്ര നമ്മൾ അഡീഷണൽ ഷീറ്റ് കൊടുക്കും. നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് കിട്ടുക. ആ ബുക്ക്ലെറ്റൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് പേപ്പർ വേണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ഷീറ്റ് കിട്ടും. അപ്പോൾ അഡീഷണൽ ഷീറ്റ് നമ്മൾ എത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവിടെ കൊടുക്കാനുള്ളത്. ഇതാണ് സെക്ഷൻ എയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, എക്സാം എഴുതുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ വരുന്നത്. ഇനി പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മളുടെ ആൻസർ തുടങ്ങുകയാണ്. പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും ഇൻ്റർമീഡിയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള എക്സാമിൽ ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റിലത്തെ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ആണ്. നമുക്ക് 15 MCQ ഉണ്ടാവും. ഒരു MCQന് 2 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കിന് നമുക്ക് MCQ ആണ് വരിക. അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഷീറ്റാണ് ഇവിടെ വരുന്നത്, സെക്ഷൻ ബിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 മുതൽ 15 ക്വസ്റ്റ്യൻസ്. ആ 15 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, ബബിൾ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു വെട്ടോ അല്ലെങ്കിൽ ചെറിയ കംപ്ലീറ്റ് ആവാത്ത രീതിയിലുള്ള ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും, അതേപോലെ ഇങ്ങനെ കുത്തി വരഞ്ഞിട്ടുള്ളതോ ടിക്കോ ഇതൊന്നും അല്ല വേണ്ടത്. ബബിൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതും ആ ഒരു അപ്പുറത്തേക്ക് കൂടുതൽ പോവാതെ, അതേപോലെ ഉള്ളിൽ ചെറുതാക്കി അങ്ങനെ വരയ്ക്കുകയല്ല. അത് കറക്റ്റ് എന്താണോ ആ ഒരു ഷേപ്പ് ഉള്ളത് അതിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ 2 എണ്ണം ബബിൾ ചെയ്തു. ഇപ്പോൾ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ബബിൾ ചെയ്തു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതല്ല കറക്റ്റ് ആൻസർ, തൊട്ടപ്പുറത്തതാണ്. അപ്പോൾ ഇത് രണ്ടും ബബിൾ ചെയ്യുകയാണെങ്കിൽ 2 ആൻസറും ഇൻവാലിഡ് ആയിട്ട് പോകുന്നതാണ്. രണ്ടും നോക്കൂല, ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതല്ല. അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ആദ്യം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല രീതിയിൽ വായിച്ചിട്ട് ഏതാണെന്ന് നോക്കി നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതിലേക്ക് ബബിൾ ചെയ്യുക. പണ്ടത്തെ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതി കൊടുക്കുകയായിരുന്നു ചെയ്യുക. ഒന്നാമത്തതിൻ്റെ ആൻസർ A, രണ്ടാമത്തത് B, ഇങ്ങനെ എഴുതി കൊടുക്കാറായിരുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നാമത്തത് A അല്ല C ആണെന്ന് മനസ്സിലായി. ഇത് വിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ ബബിൾ ചെയ്യുന്ന കാരണത്താൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 മാർക്കാണ് എന്ത് ചെയ്യരുത്, പോക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഇവിടെ കാൻഡിഡേറ്റിൻ്റെ എന്തിടാനുണ്ട്, സിഗ്നേച്ചർ ഇടാനുണ്ട്. ഇവിടെ ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറാണ്, അത് അവർ ഇട്ടോളും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് മറ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് പോകാം. ഇപ്പം നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിലുള്ള പാർട്ട് എയും അതേ നമ്മൾ വിശദീകരിച്ചു. പാർട്ട് ബിയിൽ പറയുന്നത് MCQ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ബബിൾ ചെയ്യണം എന്നുള്ള സംഭവമാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാർട്ട് എ പാർട്ട് ബി നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. തൊട്ടടുത്ത പേജ് പോയിട്ട് വീണ്ടും MCQ അവിടെ റിപ്പീറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് ഫില്ല് ചെയ്യലോടുകൂടി എന്ത് കഴിഞ്ഞു, MCQ കഴിഞ്ഞു. പിന്നെ MCQ അപ്പുറത്ത് പോയിട്ട് വീണ്ടും 1A B എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങോട്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ എന്താ പറയുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ്.
ഓക്കെ. ഇനി അടുത്തൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ പോയിന്റ് ഉണ്ട്, എല്ലാ പോയിന്റും ഞാൻ വിശദീകരിക്കുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രം വിശദീകരിച്ച് പോവാണ്. എക്സംഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ, മുന്നത്തെ എക്സാമുകളിൽ എക്സംഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്നതാണ്. ഏത് എക്സാമിനാണോ നമുക്ക് എക്സംഷൻ കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള 3 എക്സാമുകൾ നമ്മൾ എഴുതേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് ഇപ്പോൾ ഡിസംബർ 2024 എക്സാമിന് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. അഥവാ 60 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ മുകളിലോ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാ, വരാൻ പോകുന്ന ജൂൺ 2025 എക്സാം നിങ്ങൾ എഴുതണ്ട, ഡിസംബർ 2025 എക്സാം നിങ്ങൾ എഴുതണ്ട, നെക്സ്റ്റ് ജൂൺ 2026 എക്സാം നിങ്ങൾ എഴുതേണ്ടത് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, ഈ ജൂൺ 2025 എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എക്സംഷൻ എന്ത് ചെയ്തു, പോയി. അപ്പോൾ അതിലിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 39 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ 39 നിങ്ങളെ പേപ്പറിൽ ഫെയിൽ ആയിട്ടുള്ളതായിട്ടാണ് കണക്കാക്കുക. അല്ലാതെ 39 ഉണ്ട്, ഇവിടെ ആദ്യം എഴുതിയപ്പോൾ 60 ഉണ്ട്, വിച്ച് എവർ ഈസ് ഹയർ, അങ്ങനെ ഒന്നും ചെയ്യില്ല. എക്സംഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ പിന്നെ എന്ത് ചെയ്തരുത്, ആ 3 ടേം എക്സാമിന് പോകരുത് എന്നാണ് ആ ഒരു ഇൻസ്ട്രക്ഷനിൽ പ്രധാനമായിട്ട് പറയുന്നത്. പോയി കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ എക്സംഷൻ പോയത് തന്നെയാണ്. അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സാം മുന്നേ എഴുതിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. ഇനി പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 15 മിനിറ്റ് മുന്നേ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനേഷൻ ഹാൾ ഓപ്പൺ ചെയ്ത് തരിക എക്സാമിൻ്റെ സമയത്തിൻ്റെ. അതേപോലെ തന്നെ നമ്മുടെ എക്സാം എപ്പോഴാണോ തുടങ്ങുക, ഇപ്പം 9:45 മുതൽ രാവിലെ എക്സാം തുടങ്ങുന്ന ആൾക്കാർക്ക് 9:45 മുതൽ 10 മണി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഡിംഗ് ടൈം ആയിരിക്കും. അതേപോലെ ഉച്ചയ്ക്ക് എക്സാമുള്ള ആൾക്കാർക്ക് 1:15 മുതൽ 2 മണി വരെ റീഡിംഗ് ടൈം ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരിക്കും തരിക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് പെട്ടെന്ന് തന്നെ MCQ കാര്യങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഉദാഹരണത്തിന് നമുക്ക് എന്ത് വരും, ഇപ്പം 7 ലോട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലേ. ഈ 7-ൽ നിന്ന് നമ്മൾ എത്ര എണ്ണം മാത്രം എഴുതിയാൽ മതി, 5 എണ്ണം മാത്രം എഴുതിയാൽ മതി അല്ലേ. നിങ്ങൾ MTP കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഫസ്റ്റിലത്തെ ലോട്ടിൽ MCQ ആണ്, അത് കമ്പൽസറി ആണ്. പിന്നെ 2 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻ, 2 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻ, അഥവാ 7 ലോട്ട്. ഈ 7 ലോട്ടിൽ നിന്നും 5 എണ്ണം മാത്രമേ നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് ഈ 7 എണ്ണത്തിൽ ഏത് 5 എണ്ണം എഴുതണം എന്നുള്ളത്. ഓക്കെ, കുട്ടികളെല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്, എന്ത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, ഇത് നല്ല രസമുള്ളതായിട്ട് തോന്നും, അഥവാ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇതെടുത്തിട്ട് എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യും. ഇത് അറ്റൻഡ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവും അത് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്തേക്ക് പോകും. അപ്പം കുറേ സമയം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, ഞാനൊക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് 2, 3, 4, 5, 6, 7, 8. ഓക്കെ, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മളെ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത കുട്ടികൾക്കും നമ്മൾ ഇത് ഓൾറെഡി അറിയുന്നതാണ്, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അപ്പോൾ AB കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണെന്ന് വിചാരിക്കുക, AB അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, AB എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നോക്കും, രണ്ടാമത്തതിൽ ക്വസ്റ്റ്യൻ എനിക്ക് എത്രത്തോളം മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, എനിക്കത് കംപ്ലീറ്റ് അറിയാം 8. അടുത്ത B ക്വസ്റ്റ്യനാണ്, അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, പക്ഷേ എനിക്കത് ഫുൾ എഴുതാൻ പറ്റും തോന്നില്ല, ഒരു 5 മാർക്കൊക്കെ എനിക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 7, ഇവിടെ 5, ഇവിടെ 7, ഇവിടെ എനിക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ 2 എണ്ണം എനിക്ക് അറിയാത്തതാണ്, ഇവിടെ എനിക്ക് 4 മാർക്കിനെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ ഇത് നോക്കുന്നു, ഇവിടെ 13 മാർക്ക് എനിക്ക് കിട്ടുന്നതാണ്, ഇവിടെ 12 മാർക്ക് കിട്ടും, ഇവിടെ 7, ഇവിടെ ഒന്നും കിട്ടൂല. ഓക്കെ, ഇവിടുന്ന് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒന്നാമത്തത് ഈ 5 ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും തന്നെ അറിയില്ല, അപ്പോൾ അത് ഒഴിവാക്കി. ഓക്കെ, പിന്നെ ഒന്നും കൂടി ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ഏത് നമ്മൾ ചൂസ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതും അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റേണ്ടതുമാണ്. പിന്നെ ചില ക്വസ്റ്റ്യനൊക്കെ കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങും. പിന്നെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്തോ ഒരു കുനിഷ്ഠമായിട്ടുള്ള പോയിന്റുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയുക കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് വായിച്ച് നോക്കി കണ്ടുപിടിക്കേണ്ട സംഗതികളാണ്. അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റിൽ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫ്, ID പ്രൂഫുകൾ കൊണ്ടുപോകേണ്ടതാണ്. ഇതിൽ പറയുന്ന ഏതെങ്കിലും പ്രൂഫ്, വോട്ടർ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, പാസ്പോർട്ട് ആവാം, ആധാർ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ആധാർ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ID കാർഡ് ആവാം. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, അതേപോലെ നമ്മുടെ അതേപോലെ ടൈപ്പുള്ള വാച്ചുകൾ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ഹാളിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റുന്നതല്ല. അതേപോലെ തന്നെ എക്സാം തുടങ്ങി കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറ്റുന്നതല്ല. രണ്ടാമത്തത്, എക്സാം തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിയാതെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതല്ല. ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാം, വെറുതെ അറ്റൻഡ് ചെയ്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞ് അവിടെ വന്നിട്ട് പേര് എഴുതി കൊടുത്ത് അപ്പോൾ തന്നെ പോകാൻ പറ്റില്ല. 2 മണിക്കൂർ കഴിഞ്ഞാലേ നിങ്ങൾ എന്തായാലും എക്സാം ഹാളിൻ്റെ പുറത്തേക്ക് വിടുള്ളൂ. ഓക്കെ, അടുത്തത് നിങ്ങളുടെ എക്സാം ഹാളിൽ ഏതൊരു സെൻറ്ററിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും അവിടുത്തെ നോട്ടീസ് ബോർഡിൽ നിങ്ങളുടെ എന്ത് എഴുതിയിട്ടുണ്ടാവും, റോൾ നമ്പർ, നിങ്ങളുടെ റോൾ നമ്പർ ശ്രദ്ധിക്കുക. നമുക്ക് റോൾ നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, രജിസ്ട്രേഷൻ നമ്പറിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് റോൾ നമ്പർ അവിടെ എന്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. റോൾ നമ്പർ, ഏത് ക്ലാസ് റൂമിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് പെട്ടെന്ന് തന്നെ പോയി നോക്കുക. ഒന്നാമത്തെ ദിവസമൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക,
പോയിട്ട് അത് ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത കോളേജുകളിലേക്ക് എക്സാമുകൾ നടക്കുന്നത്. അപ്പം അവിടെ കുറച്ച് നേരത്തെ എത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു നോട്ടീസ് ബോർഡ് കണ്ടിച്ച് ഏത് ക്ലാസ് റൂമാണ്, എവിടെയാണ് നമ്മുടെ സീറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അവസാന നിമിഷം ഓടി വന്നിട്ട് എന്ത് ചെയ്യരുത്, അതൊന്ന് തിരഞ്ഞ് സമയം പോക്കുക. നമുക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്, ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത് പിന്നെ എക്സംഷനെ പറ്റിയിട്ടുള്ള പോയിൻ്റാണ്. എക്സംഷൻ നിങ്ങൾക്ക് അഥവാ കിട്ടിക്കഴിഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് എക്സാമിലേക്ക് നിങ്ങൾ എഴുതണ്ട. ഞാൻ ഓൾറെഡി ആ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, 3ാമത്തെ പേജ് മുതലാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങൾ എഴുതാൻ തുടങ്ങേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പം 1ാമത്തെ പേജ് ഇവിടെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, നമ്മളെ പാർട്ട് എ, പാർട്ട് ബി, നേരത്തെ പറഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ, MCQ, ബബിൾ ഒക്കെ കിട്ടിയില്ലേ. ഇത് 2ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ്, അവിടെ നമുക്കൊന്നും എഴുതണ്ട. 3ാമത്തെ പേജ് മുതലാണ് നമ്മൾ ആൻസർ തുടങ്ങുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ആൻസർ ചെയ്തപ്പോൾ 1ാമത്തെ എഴുതി. ഓക്കെ, 4ാമത്തെ പേജിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്കി എഴുതി. ഓക്കെ, 5ാമത്തെ പേജിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതി. ഓക്കെ, അപ്പോൾ ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ എനിക്കൊരു സംശയം വരികയാണ്, ഈ ക്വസ്റ്റ്യന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോവാണ്. ശ്രദ്ധിക്കുക, അടുത്ത പേജിലേക്ക് പോവാണ്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു പേജ് അവിടെ ഒഴിച്ചു വിടുക, ഒരു കുഴപ്പമില്ല, പേജ് ഒഴിച്ചിടുക. അല്ലാതെ 2ാമത്തെ ഇവിടെ എഴുതി അടുത്ത അത് പകുതി വെച്ചിട്ട് 3ാമത്തെ ഇവിടെ തുടങ്ങി, അപ്പോഴാണ് നിങ്ങൾക്ക് 2ാമത്തതിൻ്റെ ബാക്കി ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഇവിടെ 2ാമത്തതിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി, അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, വൃത്തിയിൽ പ്രൊഫഷണലായിട്ട് എക്സാം ചെയ്താൽ നിനക്ക് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. വാല്യൂ ചെയ്യുന്ന ആൾ ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ 2ാമത്തത് എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇത് കംപ്ലീറ്റ് ആവില്ല എന്തായാലും, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഇത് ബാക്കി ലൈനുകളൊക്കെ എഴുതാനുണ്ട്, ബാക്കി കാൽക്കുലേഷൻസൊക്കെ ചെയ്യാനുണ്ട്, പക്ഷേ ഇതിൻ്റെ മേലെ ഇനി സമയം കളയാനില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പേജ് നിങ്ങൾ അവിടെ ഒഴിച്ചിട്ടേക്കാം. എന്നിട്ട് ഇവിടെ പോയിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സാം കഴിയുന്നതിന് മുന്നേ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അഥവാ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ക്രോസ് മാർക്ക് ചെയ്യുക. അവിടെ ഒഴിച്ച് ബ്ലാങ്ക് ആക്കിയിടരുത്. ബ്ലാങ്ക് ആക്കിയിട്ടുള്ള ചെറിയൊരു പ്രശ്നം എന്താ കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങളെ എക്സാം വാല്യൂ ചെയ്യുന്ന ആൾ വിചാരിക്കും, ഓക്കെ 5ാമത്തെ എഴുതി, ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് കാണുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ ആൻസർ ചിലപ്പോൾ ഇവിടം വരെയൊക്കെ നോക്കാൻ വരുന്ന ചാൻസ് ഉണ്ട്, അവിടെ വരെ നോക്കി നിർത്തുന്ന ചാൻസ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പേപ്പർ കാണാത്ത അവസ്ഥയൊക്കെ വരും. അപ്പം അത് ക്രോസ് ചെയ്യുക. അതേപോലെ അവസാനത്തെ പേജ് എത്തുമ്പോൾ ഇപ്പോൾ ഈ 7ാമത്തെ പേജോട് കൂടി നിങ്ങൾ എഴുതി കഴിഞ്ഞു, അങ്ങനെ 8ാമത്തെ പേജും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ക്രോസ് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഒരു ക്രോസ് മാർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ടില്ല അങ്ങനെ എന്നുള്ളത് ആൻസർ നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ വൃത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രസൻറ്റേഷൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ മാർജിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ എത്രയാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാണ്, 2ൽ A ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാണ്, 2ൽ A ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, ഇവിടെ ഒരു കുഞ്ഞി സ്ഥലം ബാക്കിയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് 2ൽ B എന്ന് പറഞ്ഞ് എഴുതരുത്. അവിടെ കൊണ്ടുപോയിട്ട് 2ൽ B എന്ന് പറഞ്ഞ് എഴുതരുത്. എന്തിനാണ് നമ്മൾ എന്താ പറയുക, ഓരോ പേജിനും പിന്നെ ഇനി എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 2ൽ B അടുത്തൊരു പുതിയ ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ അവിടെ എഴുതിക്കൊള്ളുക. ഓക്കെ, ചെറിയ സ്ഥലമുണ്ട്. അപ്പം ഇനി ഒരാൾക്ക് ഡൗട്ട് ഇതാ, സാറേ ഇത് ഇതല്ലേ, അതപ്പം 3ൽ A എഴുതി ആകെ ഒരു ലൈനേ എഴുതിയിട്ടുള്ളൂ, ഇത്രയും സ്ഥലം ബാക്കിയാണ്. എന്നാലും അവിടെ എഴുതണ്ടടാ, നിങ്ങൾക്ക് അടുത്ത പേജ് പോയിട്ട് എഴുതിക്കോ. ഒരു ആൻസർ എന്ത് ചെയ്യുക, ഒരു പുതിയ ക്വസ്റ്റ്യൻ പുതിയ ഷീറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഒരു പുതിയ ക്വസ്റ്റ്യൻ പുതിയ ഷീറ്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ പരമാവധി ശ്രമിക്കുക ഒരു ലോട്ടിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരുമിച്ച് ചെയ്താൽ. ഇപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഇപ്പോൾ ലോലൊക്കെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വരിക. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് A ക്വസ്റ്റ്യൻ ഉണ്ട്, B ക്വസ്റ്റ്യൻ ഉണ്ട്, C ക്വസ്റ്റ്യൻ ഉണ്ട്, D ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വുമൺ ഡയറക്ടർ എത്രയാണ് ലിമിറ്റ് വരുന്നത്, 1ാമത്തെ ക്വസ്റ്റ്യൻ, അത് ആർക്കൊക്കെയാണ് ആവാൻ പറ്റുക, ഓക്കെ ആർക്കൊക്കെ ആവാൻ പറ്റില്ല, അങ്ങനെ എക്സാമ്പിൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കുക. ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് എല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യുക, ഇപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ A ഇവിടെ, അതിൻ്റെ താഴെ B, അതിൻ്റെ താഴെ C, D. അല്ലാതെ 4 A ഞാൻ എന്ത് ചെയ്യുന്നു, 4 A ഇവിടെ എഴുതി, Bയും ഇവിടെ എഴുതി. ഓക്കെ, പിന്നെ ഞാൻ ഏത് പോയിട്ട് എഴുതുക, 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക, പിന്നെ ഞാൻ പോയിട്ട് 6ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക, പിന്നെ ഞാൻ പോയിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള 4 Cയും Dയും ഇവിടെ വന്നിട്ട് എഴുതുക. അങ്ങനെ ചെയ്യരുത്. ഒരു ലോട്ടിലുള്ള അങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ആൻസർ കീ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു സംഭവമാണ് വർക്കിംഗ് നോട്ട് എന്നുള്ളത്. വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിരന്തരം എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളോട് പറയുന്ന ഒരു സംഭവമാണ്. വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, 2-3 ഇൻസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീൻ്റെ പാർട്ടാണ്, നിങ്ങളുടെ ആൻസറിൻ്റെ പാർട്ടാണ്. വർക്കിംഗ് നോട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ പോയിന്റ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എഴുതുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് നിങ്ങൾ എഴുതുകയാണ്.
അറിയുന്ന ആൾക്കാരുണ്ടാവും, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് ആർക്കെങ്കിലും ഇനി മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ പർട്ടിക്കുലർ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാണ് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതാ പറയുക എന്തെങ്കിലും ഒരു എമൗണ്ട് എഴുതണം, വർക്ക് സർട്ടിഫൈഡ്, നിങ്ങൾ വർക്ക് സർട്ടിഫൈഡ് ഇവിടെ കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ വർക്ക് സർട്ടിഫൈഡ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ എന്ത് ചെയ്തരുത് കാൽക്കുലേഷൻസ് വർക്കിങ്സ് എഴുതരുത് ശ്രദ്ധിക്കുക, ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എഴുതരുത്. ഇവിടെ നിങ്ങളുടെ ഈ പേപ്പറിൻ്റെ ഈ ഷീറ്റിൻ്റെ താഴെ നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം, വർക്കിംഗ് നോട്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ഇവിടെ വർക്ക് സർട്ടിഫൈഡ്, ഈ വർക്ക് സർട്ടിഫൈഡ് 1 റെഫറൻസ് കൊടുക്കുക 1. എങ്ങനെയാണ് വർക്കിംഗ് നോട്ടല്ല, എങ്ങനെയാണ് എനിക്ക് വർക്ക് സർട്ടിഫൈഡ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഇതാ. രണ്ടാമത്തെ ഇവിടെ വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ അങ്ങനെയാണ് 2 എന്ന് കൊടുത്തിട്ട് 2 വർക്ക് അൺസർട്ടിഫൈഡ് എങ്ങനെ കിട്ടിയെന്നുള്ള വർക്കിംഗ് നോട്ട് താഴെ ഇതാ. അങ്ങനെ എന്ത് രസം ഉണ്ടാവും, പേപ്പർ നോക്കുന്നതൊക്കെ എന്ത് രസം ഉണ്ടാവും. ഓക്കെ അയാൾ പേപ്പർ നോക്കുകയാണ്, ഇവിടെ നോക്ക് വർക്ക് സർട്ടിഫൈഡ്, എങ്ങനെ ഈ കുട്ടിക്ക് ഈ എമൗണ്ട് എങ്ങനെ കിട്ടി. ഓക്കെ അപ്പോൾ ഇയാൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ അതല്ലാതെ നിങ്ങൾ വെറും വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും നമ്മൾ മിഷൻ 2025 എന്നുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സാമുകളൊക്കെ നടത്തി കുട്ടിക്ക് വാല്യുവേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു തെറ്റാണ് കുട്ടികൾ വർക്കിംഗ് നോട്ട് എഴുതുന്നില്ല എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ അതേപോലെ വർക്കിംഗ് നോട്ട് എന്ത് ചെയ്യുക, ബോക്സിൻ്റെ ഉള്ളിൽ എഴുതി വെക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ അത് മാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് നോട്ട് എഴുതുമ്പോൾ എപ്പോഴും താഴെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ അടുത്തൊരു സംഭവമാണ് അസംഷൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇൻസ്ട്രക്ഷനിൽ നമ്മളോട് പറയുന്നതാണ് വാട്ട് എവർ അസംഷൻ, നിങ്ങൾക്ക് എന്തൊക്കെ അസംഷൻസ് ആ ക്വസ്റ്റ്യന് പരമായിട്ട് വേണോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഏത് അസംഷനും നിങ്ങൾ എടുക്കാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റുഡൻസിനുള്ള ഗൈഡ് ലൈൻ, സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങൾ പോവുക, എക്സാമിനേഷൻ എന്നുള്ള പോർട്ടലിൽ പോവുക, അവിടെ പോയി കഴിഞ്ഞാൽ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. അവിടെ ഒരു 10-50ഓളം ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് എക്സാം പരമായിട്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ അസംഷൻ ഇതൊന്ന് കൂടി പോകാന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്രശ്നമാക്കണ്ട. എന്നാലും നിങ്ങളോട് എന്ത് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ വിട്ടു പോകാതിരിക്കുക, മാക്സിമം അസംഷൻസ് നിങ്ങൾ എഴുതുക എന്നാൽ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ അസംഷൻസ് എഴുതുക. നിങ്ങൾ എഴുതുന്നത് ചിലപ്പം പല ക്വസ്റ്റ്യൻസും നമുക്ക് പല ഡിഫറൻ്റ് ആയിട്ടുള്ള രീതികളിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് 2 ബേസിൽ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഡെപ്റ്റേഴ്സ് കാണുന്ന സമയത്ത്, സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ കാണുന്ന സമയത്ത് ഓൺ കോസ്റ്റിൽ നമുക്ക് കാണാം, സെല്ലിംഗ് പ്രൈസിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകപരമായിട്ട് കോസ്റ്റിൽ കാണാൻ പറഞ്ഞാൽ പിന്നെ അവിടെ അസംഷൻസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണുക എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് കോസ്റ്റിൻ്റെ ബേസിലും ചെയ്യാം, സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് ബേസിലാണ് ചെയ്തത് എന്നുള്ളത് ആർക്ക് മനസ്സിലാവണം, പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാണ്. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് അസംഷൻ എഴുതണം. അസംഷൻ ഏറ്റവും നല്ലത് ഏറ്റവും മുകളിൽ തന്നെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ്. ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എഴുതി വെക്കുക, ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ആസ് പെർ ഇനാഡിക്കേറ്റ് ഇൻഫർമേഷൻ ഗിവൺ ഐ അസ്യൂംഡ് ദാറ്റ്, ഞാൻ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യാണ് എന്ത് ഈ ഒരു ഡെപ്റ്റേഴ്സ് വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാം. ഇങ്ങനൊന്നും എഴുതാൻ പറ്റില്ലെങ്കിലും വളരെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കുക. ഞാൻ എന്ത് ചെയ്യാണ്, കോസ്റ്റ് ബേസിസിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്, മുകളിൽ തന്നെ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ എക്സാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഒരു ലെറ്റർ എഴുതും പോലെയാണ്. ഈ എക്സാം ചെയ്തിട്ട് നിങ്ങളെ പേപ്പർ എന്ത് ചെയ്യാണ്, നിങ്ങൾ അതിൻ്റെ കൂടെ പോകുന്നുണ്ടോ, പേപ്പറിൻ്റെ കൂടെ നിങ്ങൾ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ പേപ്പർ നോക്കുന്ന സമയത്ത് ആൻസർ ആരാണോ നോക്കുന്നത് അയാൾ നിങ്ങളെ വിളിച്ച് ഫോൺ ചെയ്തുകൊണ്ടാണോ നിങ്ങളെ പേപ്പർ നോക്കുക. അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ അത് കൊടുക്കലോട് കൂടി പിന്നെ എന്താണോ ആ പേപ്പറിൽ കാണുന്നത് അതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് മാർക്ക് വീഴുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നീറ്റായിട്ട് മുകളിൽ അസംഷൻ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ പേപ്പർ നോക്കുന്ന ഓക്കെ കുട്ടി ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ അസംഷനാണ് എടുത്തുകൊണ്ട് അപ്പോൾ ആൻസർ ചിലപ്പോൾ എന്ത് ചെയ്യും, ആൻസർ കയ്യിലുള്ളതിനെക്കാട്ടും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാർക്ക് വീഴും. ഓക്കെ അപ്പോൾ അസംഷൻസും വർക്കിംഗ് നോട്ടും മറന്നു പോകാതൊക്കെ അത് രണ്ടും വൃത്തിയിൽ എന്ത് ചെയ്യുക, എഴുതുക. അതേപോലെ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് നോട്ട് മാത്രം കൊടുക്കുക. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനെന്ത് ചെയ്യരുത്, വലിയ പാരഗ്രാഫ് 2 പേജ് വർക്കിംഗ് നോട്ട് എഴുതി വെക്കരുത്. ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് മാത്രം ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ട് കൊടുക്കുക. ഇപ്പോൾ ബഡ്ജറ്റിംഗ് ഫോർ എക്സാമ്പിൾ, ആ എക്സാമ്പിൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടണം. സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടണം. ഇപ്പോൾ ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഓക്കെ മാർച്ച് മാത്രമല്ല ഇങ്ങോട്ട് കുറേ ഉണ്ടെന്ന് വിചാരിച്ചു. മാർച്ച്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ വരെയുള്ള ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള സെയിൽസിൻ്റെ എമൗണ്ട്. അപ്പോൾ ഈ എല്ലാ സെയിൽസിൻ്റെ വർക്കിംഗ് നോട്ട് നിങ്ങൾ എഴുതണ്ടാന്ന്. അടുത്തത് ഇവിടെ എന്ത് വരികയാണ്, ഇവിടെ പർച്ചേസ് വരികയാണ്. അപ്പോൾ എല്ലാ പർച്ചേസും എങ്ങനെ കിട്ടിയെന്നുള്ള വർക്കിംഗ് നോട്ട് എഴുതാൻ അതിന് സമയം ഉണ്ടാവും. അങ്ങനെ എഴുതണ്ട, ഈ ഒറ്റ സെയിൽസിൻ്റെ താഴെ കൊണ്ടൊന്ന് എഴുതാൽ മതി. ജനുവരിയിലെ സെയിൽസ് കിട്ടിയിട്ടുള്ളത് ഈ ഇതാണ്. അപ്പോൾ ആൻസർ നോക്കുന്ന ആൾക്ക് പിന്നെ മനസ്സിലായി, അയാൾ പൊട്ടനല്ല, അയാൾക്ക് മനസ്സിലായി ഓക്കെ ഈ കുട്ടിക്ക് ഇതിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അയാൾക്ക് മനസ്സിലായി. ഇതൊന്നും അറിയിട്ടല്ല കേട്ടോ എഴുതി വെക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ആ ഒരു വർക്കിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആൻസർ നോക്കുന്ന ആളെ അറിയിക്കണം. അതേപോലെ രണ്ടാമത്തെ പർച്ചേസ്, ഈ ജനുവരിയിലത്തെ മാത്രങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്താൽ മതി, എല്ലാ മാസത്തും പ്രസൻറ്റ് ചെയ്യേണ്ട. ഇത് വലിയ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഓക്കെ അപ്പം അതൊക്കെ നിങ്ങൾക്കൊരു കോമൺ സെൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഓക്കെ അടുത്തത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് തന്നെയുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം. ഓക്കെ, ഇനി ആ ഇൻസ്ട്രക്ഷനിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തൊരു സംഭവം, നിങ്ങൾ എക്സാമിൻ്റെ ലൊക്കേഷനിൽ നേരത്തെ തന്നെ എത്തുക എന്നുള്ളതാണ്. എനിക്ക് മറന്നു പോകാതൊക്കെ ഞാൻ താഴത്ത് നോട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ദൂരെ വഴിക്ക് എക്സാം കിട്ടി സെൻറ്ററുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കോഴിക്കോടുള്ള ആൾക്കാർക്ക് മറ്റേതെങ്കിലും ജില്ലകളിൽ കിട്ടിയതോ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, അറിയാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് താമസിച്ച് എക്സാം എഴുതേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് കുറച്ച് ദിവസം മുന്നേ പോയിട്ട് അവിടെ താമസിക്കുക. ഇനി ദിവസങ്ങളില്ല, അപ്പോൾ മുന്നേ തന്നെ പോയിട്ട് നല്ല റൂമോ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ താമസിച്ചിട്ട് എക്സാം സെൻറ്റർ ആദ്യം തന്നെ ഒന്ന് പോയി നോക്കാൻ പറ്റുമെങ്കിൽ, ലൊക്കേഷൻ അറിയാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കോഴിക്കോടുള്ള ആൾക്കാർക്ക് കോഴിക്കോട് എവിടെ ലൊക്കേഷൻ അറിയാവുന്നത് വെറുതെ ആ കോളേജിന് മുന്നിൽ പോയി തിരിഞ്ഞ് കളിക്കണം എന്നല്ല പറയുന്നത്. ഈ സമയമില്ലാത്ത നേരത്ത് അറിയാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. വർക്കിംഗ് നോട്ടിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിസ്കഷൻ ആഫ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്ത് ചെയ്യരുത്, ഡിസ്കഷൻ ചെയ്യരുത്. അത് ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നടാ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നടാ, അങ്ങനെ ചോദിച്ച് കളിക്കേണ്ട. എക്സാം കഴിഞ്ഞാൽ ടപ്പേ നിങ്ങൾ എന്ത് ചെയ്യാം, പോവുക, വീട്ടിൽ പോവാം. ഓക്കെ, വീട്ടിൽ പോവാം. അതേപോലെ അടുത്ത എക്സാമിൻ്റെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചോദിക്കാം. വലിയ ഭാരപ്പെട്ട ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട് ആ ചങ്ങായി ഇതുവരെ പഠിക്കാത്തൊരു സംഭവത്തിനെ പറ്റിയേക്ക് നിങ്ങൾ ഡൗട്ട് വയ്ക്കുക. നിങ്ങൾ ആ ഡൗട്ട് വയ്ക്കുന്നതോടുകൂടി കേൾക്കണ ചങ്ങായിക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ഒരു സാധനം ആ ബുക്കിലുണ്ടായിരുന്നു, അവൻ ആകെ പേടിയാവും പിന്നെ പിറ്റേത്തെ എക്സാമിനെ പറ്റി. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പരിപാടി കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വീട്ടിൽ പോകുന്നത് അവസാനത്തെ എക്സാമിന് വേണമെങ്കിൽ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യാം. വെരി 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 ഇമ്പോർട്ടൻറ്റ്, എല്ലാ എക്സാമുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. സിംഗിൾ ഗ്രൂപ്പ് രജിസ്റ്റർ ആൾ സിംഗിൾ അതിന് മാത്രമല്ല, അത് എല്ലാത്തിനും പോകാമെന്ന് ഉദ്ദേശിച്ചത് സിംഗിൾ ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ 8 പോകാമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഒന്നാമത്തെ ദിവസം എക്സാം എഴുതി, നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ തോൽക്കുന്നു തോന്നും. അത് ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒന്നാമത്തെ ദിവസത്തെ എക്സാം മിക്കവാറും എന്ത് തന്നെയായിരിക്കും, ടഫ് തന്നെയായിരിക്കും ഉണ്ടാവില്ല എല്ലാ പ്രാവശ്യവും. ഓക്കെ, കാരണം അത് നിങ്ങളുടെ അവിടെ എന്താ പറയുക, നിങ്ങളെ നോളജ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി ഇല്ലേ, അതുകൂടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് എന്ത് ചെയ്യും, ഒന്നാമത്തെ എക്സാം പോയി എഴുതുന്നു, അതോടുകൂടി ഇയാളുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് എന്ത് ചെയ്യും, പോയിട്ടുണ്ടാവും. അതിൻ്റെ മുന്നേ ഓരോ മാരത്തോണുകൾ അറ്റൻഡ് ചെയ്തും റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു ഇവൻ ആകെ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഇങ്ങോട്ട് പേപ്പർ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ലെവലിൽ ഇങ്ങനെ നിൽക്കും. ഒന്നാമത്തെ എക്സാം എഴുതുന്നു, അതോടുകൂടി ഇവൻ്റെ കാറ്റെന്ത് ചെയ്യും, പോവും. എന്നിട്ട് വേറെ രണ്ടാമത്തെയും മൂന്നാമത്തെ എക്സാമിന് പിന്നെ പോവില്ല. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒന്നാമത്തെ എക്സാം മിക്കവാറും ഇപ്പം ഞാൻ എക്സാം എഴുതിയ സമയത്താണെങ്കിലും, ഞാൻ എഴുതിയ ഒരു സമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെ ആയിരുന്നു തോന്നുന്നു. എക്സാം എഴുതിയ സമയത്ത് ആകെ എന്ത് ചെയ്തു, കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. പിറ്റേന്ന് പോയ എക്സാം എഴുതി, അതൊക്കെ അടിപൊളി എക്സാമുകളായിരുന്നു. അടുത്ത ടാക്സിൻ്റെ എക്സാമുകളൊക്കെ വന്നു, പച്ചവെള്ളം പോലത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ എഴുതി. അപ്പോഴും ഞാൻ പറഞ്ഞ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നുണ്ട്, ഒരു എക്സാം ഒന്നാമത്തെ ദിവസത്തെ ആ ഒരു എക്സാം പാസ്സായാൽ എല്ലാം പാസ്സാവും. അപ്പോൾ റിസൾട്ട് വന്നു, കറക്റ്റ് അതിൽ 40 മാർക്ക് പാസ്സായി, എല്ലാം പാസ്സായി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇതേപോലെ ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഒരു ഫൈനലിൻ്റെ കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എക്സാം എഴുതുന്നില്ല, എന്തിനു പോവാണ്, ബാക്കി 7 ദിവസം സേവ് ചെയ്തുകൂടെ, വെറുതെ അവിടെ വരെ പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ ഇപ്പോൾ എഴുത്. റിസൾട്ട് വന്നപ്പോൾ കുട്ടി പാസ്സായി, വെറുതെ പറയല്ല, റിസൾട്ട് വന്നപ്പോൾ കുട്ടി പാസ്സായി. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ ശ്രദ്ധിച്ചു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഒന്നാമത്തെ ദിവസത്തെ അല്ല രണ്ടാമത്തെ ഏതെങ്കിലും, നിങ്ങൾ 8 എക്സാം എഴുതുന്ന ആൾക്കാരാവട്ടെ 4 എക്സാം എഴുതുന്ന ആൾക്കാരാവട്ടെ, ഏതെങ്കിലും ഒരു എക്സാമിൽ നിങ്ങൾ ഫെയിലാവും, എന്തായാലും ഒരു മാർക്കും കിട്ടില്ല എന്ന് വിചാരിച്ചോ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്തോ, അടുത്ത എക്സാം പോയിട്ട് എഴുത്. ഏതായാലും നമ്മൾ പൈസ കൊടുത്തില്ലേ, ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഏതായാലും പഠിച്ചില്ലേ, എന്തായാലും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആ എക്സാമും എല്ലാ എക്സാമും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അത് ഫുൾ കോൺഫിഡൻസ് തന്നെ. ഒന്ന് പോയി അത് പോട്ടെ, അടുത്ത് അത് ഇതാക്കുക. പിന്നെ റിസൾട്ട് വരുമ്പോൾ അത് പഠിച്ചോണ്ടേ ഇല്ലല്ലേ, നമുക്ക് പഠിക്കാൻ പറ്റും പോലെ നമ്മൾ പഠിച്ചു, നമുക്ക് എഴുതാൻ പറ്റും പോലെ നമ്മൾ എഴുതി, പിന്നെ പഠിച്ചോണ്ടേ ഇല്ലാണ്, അത് പഠിച്ചോ നോക്കിക്കോളും. നിങ്ങൾ അടുത്ത എക്സാം പോയി ഇതാക്കുക. ഇത് പോയി എന്നുള്ള നിലക്ക് എന്ത് ചെയ്ത് അതിൻ്റെ കോൺഫിഡൻസ് പോകരുത്. അടുത്തത് കാൽക്കുലേറ്റ് മാർക്ക്. ഇത് പല ഫാക്കൽറ്റീസും പല അഭിപ്രായമുള്ളൊരു സംഗതിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല ഫാക്കൽറ്റീസും പല അഭിപ്രായം പറയുന്നത്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ മാർക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഫ്യൂച്ചറിലേക്കാണ്. അഥവാ മറന്നു പോകും. ഇനി എല്ലാ എക്സാമും കഴിഞ്ഞിട്ടാണെങ്കിലും മതി, ഓരോ ദിവസം കഴിഞ്ഞിട്ട് അന്ന് തന്നെ വന്നു കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ എൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എക്സാം എഴുതി നാളത്തേക്ക് പിന്നെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അന്ന് എന്തൊക്കെയാണ് എഴുതിയെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, എങ്ങനെയൊക്കെ ഇരുന്ന് എഴുതി. പക്ഷേ അന്ന് ആ പ്രസൻറ്റ് ഡേ എനിക്ക് ഓർമ്മ ഉണ്ടാവും, ഏതൊക്കെ ഞാൻ എഴുതി, ഏത് ലൈൻ എങ്ങനെ എഴുതി, ഏതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് വരെ എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, കിട്ടും. അപ്പം അന്ന് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ എല്ലാം ശരിയായിരുന്നോ, ബുക്കെല്ലാം തുറന്നിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് പോയി നോക്കിയിട്ട് അങ്ങനെ നോക്കാനല്ല പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്കൽറ്റീസിനെ വിളിച്ച് ചോദിച്ചിട്ട് സാറേ ആ ഉത്തരം എങ്ങനെയാണോ, ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ശരിയാണ്, അല്ലെങ്കിൽ ഏതോ ഫ്രണ്ടിനോ പോയി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ തന്നെ വീട്ടിൽ വരിക, വീട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് എൻ്റെ ഒരു കണക്കൂട്ടൽ ഇത് ശരിയാവാനാണ് ചാൻസ്, ടിക്കിടുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ തെറ്റാണ്, ഞാൻ വെറുതെ എഴുതിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നത് തെറ്റാണ്, അപ്പോൾ അതിന് മാർക്ക് കൂട്ടിയിട്ട് അങ്ങനെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക.
എന്തിനാണ് സാർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏതായാലും എഴുതിയില്ലേ, ഇനി ചത്ത കുട്ടീൻ്റെ ജാതകം നോക്കണോ എന്നൊക്കെ ചോദിക്കും. എടാ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൽ അഥവാ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ പേപ്പറിന് നിങ്ങൾക്ക് എന്തായാലും ഒരു 60 മാർക്ക് കിട്ടും, രണ്ടാമത്തെ പേപ്പറിന് 40 കിട്ടും, മൂന്നാമത്തെ പേപ്പറിന് ഒരു 50 എന്തായാലും കിട്ടും, നാലാമത്തെ പേപ്പറിന് നിങ്ങൾക്ക് എന്തായാലും ഒരു 10 മാർക്കേ കിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഈ 60 കിട്ടുമെന്ന് വിചാരിച്ചതിലുണ്ട് 15 മാർക്ക്, 40 കിട്ടുമെന്ന് വിചാരിച്ചതിലുണ്ട് 60 മാർക്ക്, 50 കിട്ടുമെന്ന് വിചാരിച്ചൊക്കെ 40 നിങ്ങൾ പാസ്സാവാൻ ഇത് മാത്രം പ്രശ്നം. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ റീകൗണ്ടിന് വേണ്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടേ, ഒക്കെ നിങ്ങൾക്ക് ഉറപ്പ് വേണ്ടേ ഞാൻ ഇതിന് എന്തായാലും 60 കിട്ടുമെന്ന്, നല്ല റീകൗണ്ടിന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതേപോലെ നമുക്ക് റീകൗണ്ടിന് കൊടുക്കാം, നമ്മുടെ പേപ്പറിൻ്റെ കോപ്പി എന്ത് ചെയ്യാം, വാങ്ങാം, എവിടെയാണ് നമ്മളോട് തെറ്റിപ്പോയതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ റീകൗണ്ടിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ റീകൗണ്ടും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളെ പേപ്പറിൻ്റെ എന്ത് ചെയ്യൂ കോപ്പി നമുക്ക് കിട്ടുള്ളൂ. എൻ്റെ അറിവ് പ്രകാരം അങ്ങനെയാണ്. അപ്പം പിന്നെ നമുക്കവിടെ ഓപ്ഷനില്ല റീകൗണ്ടിന് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളെ പേപ്പർ എടുത്തിട്ട് നമ്മളതിൽ മിസ്റ്റേക്ക് പറ്റിയാണോ നോക്കി, അവരോട് മിസ്റ്റേക്ക് പറ്റിയാണോ നോക്കിയിട്ടൊക്കെ റീകൗണ്ടിന് കൊടുക്കാനുള്ള ഓപ്ഷനില്ല. ഇതിനൊക്കെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് എഴുതി വെച്ചാൽ അത് നല്ലതായിരിക്കും. ഇനി എല്ലാ ദിവസവും വന്നിട്ട് എഴുതി വെക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 4ാമത്തെ ദിവസം, 4 എക്സാം ഉള്ള ആൾക്കാരാണെങ്കിൽ 4ാമത്തെ ദിവസം വന്നിട്ടാണെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ആ എഴുതി വെക്കുമ്പോഴും ഐ റിപ്പീറ്റ്, എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കിയിട്ട് അത് കറക്റ്റാണോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റഫായിട്ടൊന്ന് എഴുതി വെക്കാനാണ് പറയുന്നത്. അതേപോലെ യൂട്യൂബിൽ നോക്കിയിട്ടോ ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചോ അത് കറക്റ്റാണോ, കറക്റ്റ് എത്ര മാർക്ക് കിട്ടും, അതിങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് റിവിഷൻ്റെ സമയമാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് റിവിഷൻ്റെ സമയമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് റിവിഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ MCQ, അതാണ് അടുത്ത പോയിന്റ് എഴുതി വെച്ചിട്ടുള്ളത്. MCQ കാര്യങ്ങളൊക്കെ കഴിയെങ്കിൽ ഓരോ ദിവസം ഒരു 10 20 വെച്ച് നോക്കുക. കാരണം നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിനും 15 ക്വസ്റ്റ്യൻ, 15 × 2 30 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പോകുന്നത് ഏതിൽ നിന്നാണ്, MCQയിൽ നിന്നാണ്. നിങ്ങളിപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മളെ മിഷൻ 2025ൻ്റെ സ്റ്റഡി പ്ലാനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ എന്ത് നോക്കണ്ട, MCQ നോക്കണ്ട. കാരണം ആദ്യം MCQ നോക്കിയാൽ അത് മറന്നുപോകും, അതുപോലെ അതിനുള്ള സമയമല്ല. എന്നാൽ ഇപ്പം MCQ നോക്കാനുള്ള സമയമാണ്. എന്നാൽ MCQ തന്നെ നോക്കണം എന്നല്ല പറയുന്നത്, MCQ നിങ്ങൾ എന്തായാലും നോക്കുക. നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനത്തിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ എന്തുണ്ട്, MCQs ഉണ്ട്. അതല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള MCQ ബാങ്ക് ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, MCQs പരമാവധി ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെ ടിക്കറ്റ് പോയാലും വായിച്ച് പോയാലൊക്കെ മതി. അത് എക്സാമിന് വന്നാൽ ഓട്ടോമാറ്റിക് ഓർമ്മ വരുന്നത്, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതേപോലെ മറ്റുള്ള ഇനി നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് റിവിഷനിലാണ് നിൽക്കുന്നത്, എല്ലാ ചപ്പും ചവറും എല്ലാം പഠിക്കാതെ, ബുക്ക് എന്ന് പറഞ്ഞാൽ വലിയ ബുക്കുകളാണ് അല്ലേ, അതെല്ലാം കൂടി പഠിക്കാൻ പറ്റുമോ, ഇല്ല. അതിനുള്ള സമയം കഴിഞ്ഞു. പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് റിവിഷനിലും സെക്കൻഡ് റിവിഷനിലും തേർഡ് റിവിഷനിലും നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു. ഇനി അടുത്ത റിവിഷനിൽ ഈ ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് എല്ലാം പഠിക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റിനും ABC അനാലിസിസ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിൻ്റെ ABC അനാലിസിസ് ചെയ്യുക. ഏതാണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റനൊക്കെ ചെയ്തപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെയാണ് ചാപ്റ്ററുകൾ. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ അതിലേതൊക്കെ ഞാൻ പഠിക്കണം, മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കണോ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കണോ, ബഡ്ജറ്റിംഗ് പഠിക്കണോ, അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏറ്റവും പ്രീവിയസ് ഇയറിൽ ചോദിച്ച കാര്യങ്ങൾ മാത്രം ഇനി അങ്ങോട്ട് നോക്കുക. അതിനുള്ള ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് പറയേണ്ട ഒരു സംഗതി, നിങ്ങളെ ഹെൽത്ത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കുക. ഇപ്പം തന്നെ കുറേ മണിക്കൂറുകൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. 15 16 എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞത്ര പഠിക്കും. രാവിലെ എണീച്ച് ഇങ്ങനെ പഠിച്ച് ഉറക്കം കളിയർ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ എക്സാം എഴുതാൻ പോകാൻ കഴിയില്ല, എന്തെങ്കിലും അസുഖങ്ങൾ വരും. ഓക്കെ, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതേപോലെ ഹാപ്പി ആയിട്ട് നിൽക്കുക, നല്ല രീതിയിൽ ഉറക്കം കൊടുക്കുക. അതാണ് പ്രധാനമായിട്ടും. നല്ല രീതിയിൽ നിങ്ങൾ ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ സ്റ്റോർ ആവും. വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓട്ടോക്കറ്റിൽ വെള്ളം കോരി ആയിരിക്കണം, ഓട്ടോക്കറ്റിൽ വെള്ളം കോരി ആയി പോകും. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ടും കാര്യമില്ല, അതിൽ വെള്ളം നിൽക്കില്ല. കാരണം എന്താ, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉറക്കം കിട്ടണം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ആ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ബോഡിക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഉറക്കം. ആ ഉറക്കം അതേപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുക. എക്സാമിൻ്റെ ദിവസങ്ങളിലാണെങ്കിലും, നാളെ എക്സാമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സാമാണ് എങ്കിൽ കൂടിയിട്ടും നല്ല രീതിയിൽ പോയി കിടന്നുറങ്ങുക. ഓക്കെ, അതായത് ഉറങ്ങേണ്ട ഒരു സമയം 5 6 മണിക്കൂർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുക, എന്തായാലും ഉറക്കുക. അതേപോലെ എക്സാമിൻ്റെ അന്ന് രാവിലെ എണീക്കുമ്പോൾ നേരത്തെ എണീച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക. രാത്രി വേഗം കിടന്നിട്ട് രാവിലെ എണീച്ച് അങ്ങനെ പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. അതേപോലെ എന്ത് ചെയ്യുക, എക്സാം ഹാളിൽ പോകുന്ന സമയത്തും വെള്ളം വേണ്ട ആൾക്കാർ വെള്ളം കൊണ്ടുപോവുക. നിങ്ങൾക്ക് സ്വന്തം വെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പം പേപ്പർ കാണുമ്പോൾ തല കറങ്ങുന്ന അവസ്ഥയൊക്കെ വരും, അപ്പം എടുത്ത് വെള്ളം കുടിച്ചാൽ മതി. ഓക്കെ, വെറുതെ പറഞ്ഞാണ്. എന്തായാലും വെള്ളം ആവശ്യം വരും, വെള്ളം കൊണ്ടുപോയിക്കൊള്ളുക. അതേപോലെ അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനുള്ള ഒരു സംഭവമായിരിക്കും എക്സാമിൻ്റെ ദിവസങ്ങൾ. ഇപ്പോൾ അതിനെ ആലോചിക്കുമ്പോൾ പേടിയില്ല അല്ലേ, അങ്ങനെ ടു ചെല്ലും. പക്ഷേ എന്ത് ചെയ്യാം, ഒക്കെ അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ്, സ്മൈൽ. ഓക്കെ, ബി കൂൾ. എന്ത് ചെയ്യാം, വരുന്നിടത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ. ഞാൻ പഠിച്ചു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളിങ്ങനെ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് എക്സാം എഴുതി. ഇനിയിപ്പോൾ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ബൈക്ക് മേലാണ് പോകുന്നത്, ഒരുത്തം പെട്ടെന്ന് വന്ന് ഇങ്ങോട്ട് കയറി, അപ്പോൾ നമുക്ക് അവനോട് ദേഷ്യപ്പെടാൻ തോന്നും. പക്ഷേ എക്സാമിൻ്റെ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുഴപ്പമില്ല, പോയിക്കോ, അത് സ്മൈൽ ആകത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ പോസിറ്റീവ് എനർജി ഇങ്ങനെ കിട്ടും. ഓക്കെ, ഒരാൾ വന്ന് തച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ചുരുക്കാം.
ഏത് എക്സാമിൻ്റെ 4 ദിവസം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു തല്ലാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ബിഹേവിയറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നല്ല പോസിറ്റീവ് എനർജി, പോസിറ്റീവ് മൈൻഡ്. ഓക്കെ, ടാറ്റ, ബൈ, ഹാപ്പി ലേണിംഗ്.